ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ലെഡ്ജറിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഏതാണ്ടൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ജേർണൽ എൻട്രീസ് നമ്മൾ നോക്കി, എങ്ങനെയാണ് ജേർണൽ ചെയ്യൽ, അതുപോലെ തന്നെ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റൂൾസ്, അതുപോലെ തന്നെ P&L അക്കൗണ്ടിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അതിൻ്റെ കൂടെയുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ മിസ്ലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ലെഡ്ജറാണ്. ലെഡ്ജറിനെ പറ്റിയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ആദ്യം തന്നെ ലെഡ്ജർ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ജേർണൽ എൻട്രി എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ജേർണൽ എൻട്രി? ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിന് ഡെബിറ്റും ഉണ്ടാവും ക്രെഡിറ്റും ഉണ്ടാവും. രണ്ട് അക്കൗണ്ട്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നിനെ ഡെബിറ്റ് ചെയ്യും, ഒന്നിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജേർണൽ എൻട്രീസ് പാസ് ചെയ്യുന്നത്. അപ്പം ഈ ജേർണൽ എൻട്രീസ് പാസ് ചെയ്യുന്ന ഈ ജേർണൽ എൻട്രീസിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ അക്കൗണ്ട് ഉണ്ടല്ലോ, ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലെഡ്ജർ അക്കൗണ്ടിനെയാണ് അക്കൗണ്ട് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇതാണ് ലെഡ്ജറിൻ്റെ ഫോർമാറ്റ്. ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ ആദ്യം. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കൊരു മീനിങ് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ ഒരു മീനിങ് എന്നുള്ള രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ലെഡ്ജറിൻ്റെ ഇടത്തെ ഭാഗത്തിനാണ് ഡെബിറ്റ് എന്ന് പറയുക, അതുപോലെ തന്നെ വലത്തെ ഭാഗത്തെയാണ് എന്ത് ക്രെഡിറ്റ് എന്ന് പറയുക നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ആദ്യം ഡേറ്റ് ഉണ്ടാവും, പിന്നെ പർട്ടിക്കുലേഴ്സ്, ഇവിടെയാണ് നമ്മൾ ഏത് അക്കൗണ്ടാണെന്നുള്ളത്. അക്കൗണ്ടാണെന്നല്ല, അക്കൗണ്ട് ഇതായിരിക്കും അക്കൗണ്ട്. ഈ അക്കൗണ്ടിൻ്റെ ഉള്ളിൽ ഏത് പാർട്ടിനെയാണ് നമ്മൾ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതുണ്ടാവും. അതുപോലെ തന്നെ ജേർണൽ ഫോളിയോ ഉണ്ടാവും. ജേർണൽ ഫോളിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജേർണൽ പാസ് ചെയ്യുമ്പം നമ്മൾ കണ്ടു ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞിട്ട്, അത് എന്താണ്, ലെഡ്ജറിൽ ജേർണലിൻ്റെ നമ്പർ എത്രയാണെന്നുള്ളത്. അതുപോലെ തന്നെ നേരെ തിരിച്ച് ഇപ്പം ഈ ജേർണലിൽ ഈ ലെഡ്ജർ എത്രയിലേക്കാണ് വരുന്നത്, അതാണ് ജേർണൽ ഫോളിയോ. അതുപോലെ തന്നെ എമൗണ്ട് ഉണ്ടാവും, എത്രയാണ് എമൗണ്ട്. പിന്നെ ഇപ്പുറത്തെ ക്രെഡിറ്റ് സൈഡിലും ഇതേ ഡെബിറ്റ് സൈഡിലുള്ള അതേ സാധനം തന്നെ ഉണ്ടാവും. അപ്പം ഇനി നമുക്കൊന്ന് ജസ്റ്റ് എക്സാമ്പിൾ വഴി നോക്കാം. ആദ്യം തന്നെ ഇതെന്താണ്, ഇത് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലെഡ്ജറാണ്. ഓക്കെ, ഇതാണ് ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലെഡ്ജർ. ഇപ്പോൾ ഈ ലെഡ്ജറിൻ്റെ പേര് ക്യാഷ് അക്കൗണ്ടാണ്. ഇപ്പോൾ നമ്മൾ ജേർണലിൽ എൻട്രീസ്, നേരത്തെ നമ്മൾ എൻട്രീസ് ഇട്ടു. എന്തൊക്കെയാണ് എൻട്രീസ് ഇട്ടത്? നമ്മൾ നേരത്തെ ആദ്യം ഇട്ട എൻട്രീസിൻ്റെ ഒക്കെ ഒരു ഷോർട്ടായിട്ടുള്ള ഇതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്നാണ് നമ്മൾ ഈ ലെഡ്ജർ പോസ്റ്റിംഗ് നടത്തിയിട്ടുള്ളത്. അപ്പം ഈ ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, പോസ്റ്റിംഗ് എന്ന് പറയുക. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പോസ്റ്റിംഗ്, ട്രാൻസ്ഫറിങ് എൻട്രീസ് ഫ്രം ജേർണൽ ഇൻ ടു ലെഡ്ജർ ഈസ് കോൾഡ് പോസ്റ്റിംഗ്. അതിനെ പോസ്റ്റിംഗ് എന്ന് പറയും. അപ്പം നമുക്ക് നോക്കാം, നമ്മൾ ഇത് ഏത് എൻട്രീസിൻ്റെ ബേസിലാണ് ഉള്ളതെന്ന് ഞാനൊന്ന്. അപ്പോൾ നമ്മളെങ്ങനെ പോസ്റ്റിംഗ് നടത്തേണ്ടതെന്ന് വെച്ചാൽ, ഈ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞങ്ങളോട് ആദ്യം നമ്മൾ ജേർണൽ എൻട്രിയാണ് പാസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പാസ് ചെയ്ത ജേർണൽ എൻട്രീസ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ലെഡ്ജർ പോസ്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നെങ്കിൽ നേരിട്ട് എന്ത് തന്നിട്ടുണ്ടാവും, ജേർണൽ എൻട്രീസ് തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക്
ഒരു ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് നേരെ പോസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ആദ്യം ആ ജേണൽ എൻട്രി എഴുതി നോക്കുക. എന്നിട്ട് ആ ജേണൽ എൻട്രിയിലുള്ള ലെഡ്ജേഴ്സ് എടുത്തിട്ട് ആ ലെഡ്ജേഴ്സ് ഉണ്ടാക്കുക. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മളിതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ആ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എക്സ് സ്റ്റാർട്ടഡ് വിത്ത് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ഓഫ് 20,000 rupees. 20,000 rupeesന് എക്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതെങ്ങനെയാണ് വന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ. ഓക്കെ, എൻട്രീസൊക്കെ നിങ്ങൾക്ക് പക്കായിട്ടുണ്ടാവും. അപ്പം അത് നമ്മൾ ആദ്യം ഏതൊക്കെ ആദ്യം ഇവിടെ നമ്മൾ ജേണൽ എൻട്രി എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് ഉള്ളത് നമ്മൾ നോക്കാം. ആദ്യം ഉള്ളത് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഒന്ന് ബാങ്ക് അക്കൗണ്ടിൻ്റെ ലെഡ്ജർ നമുക്ക് എടുക്കണം. ബാങ്ക് അക്കൗണ്ട് ഓർ ക്യാഷ് അക്കൗണ്ട് രണ്ടും വെക്കാം. ബാങ്ക് അക്കൗണ്ടിൻ്റെ ലെഡ്ജർ നമുക്ക് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ലെഡ്ജർ ഉണ്ടാക്കണം. പർച്ചേസ് അക്കൗണ്ട് ഉണ്ട്, പർച്ചേസ് അക്കൗണ്ടിൻ്റെ ലെഡ്ജർ ഉണ്ടാക്കണം. വൈ അക്കൗണ്ട് ഉണ്ട്, വൈ അക്കൗണ്ടിൻ്റെ ലെഡ്ജർ ഉണ്ടാക്കണം. വൈ അക്കൗണ്ട് നാലാമത്തെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തു. സെഡ് അക്കൗണ്ട് ഉണ്ട്, സെഡ് അക്കൗണ്ടിൻ്റെ ലെഡ്ജർ ഉണ്ടാക്കണം. സെയിൽസ് അക്കൗണ്ട് ഉണ്ട്, അതിൻ്റെ ലെഡ്ജർ ഉണ്ടാക്കണം. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബാങ്കിലെടുക്കും. സെഡ് അക്കൗണ്ട് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പർച്ചേസ് അക്കൗണ്ട് അതും പറഞ്ഞു. വൈ അക്കൗണ്ട് അതും പറഞ്ഞു. സെഡ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, സെഡ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ ഇത്രയും അക്കൗണ്ട്സാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതായത് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കണം, അഥവാ ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കണം, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കണം, പർച്ചേസ് അക്കൗണ്ട് ഉണ്ടാക്കണം, വൈ അക്കൗണ്ട് ഉണ്ടാക്കണം, സെഡ് അക്കൗണ്ട് ഉണ്ടാക്കണം, സെയിൽസ് അക്കൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം തന്നെ ഏതൊക്കെ അക്കൗണ്ട്സാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് കണ്ടെത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആദ്യം ഓരോ അക്കൗണ്ട് ഉണ്ടാക്കി വെക്കുക. നമുക്ക് ആദ്യം ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചു. ഇത് ട്രാൻസാക്ഷൻസൊക്കെ നമുക്ക് പിന്നെ കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഫുള്ള് കള്ളിയൊക്കെ വരച്ച്, കള്ളി വരക്കണം നിർബന്ധമല്ല, എന്നാലും ഒരു വൃത്തിക്ക് കള്ളി വരച്ച് ജനറൽ ഫോളി എമൗണ്ടൊക്കെ കൊടുത്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് പിന്നെ അടുത്തത് ഏതാ? ക്യാപിറ്റൽ അക്കൗണ്ടാണ് വേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ട് റെഡിയാക്കി വെച്ചു. പിന്നെ ഏതാ? പർച്ചേസ് അക്കൗണ്ട് റെഡിയാക്കി. പിന്നെ വൈ അക്കൗണ്ട് റെഡിയാക്കി. സെഡ് അക്കൗണ്ട് റെഡിയാക്കി. അതുപോലെ തന്നെ സെയിൽസ് അക്കൗണ്ട് റെഡിയാക്കി. ഇപ്പോൾ 3 അക്കൗണ്ട്സാണ് എന്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ 3 അക്കൗണ്ട്സ് നമ്മൾ റെഡിയാക്കി വെച്ചു. ഈ ലെഡ്ജർ ഫോളിയോ ജേണൽ ഫോളിയോ എഴുതണം നിർബന്ധമല്ല കേട്ടോ. ഇവിടൊക്കെ അക്കൗണ്ട്സ് റെഡിയാണ്. ഓക്കെ, നമുക്ക് എൻട്രീസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഏതാണുള്ളത്? ആദ്യത്തെ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തു ക്യാഷ് അക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട് അല്ലേ. ആദ്യത്തെ എൻട്രി എന്താ നോക്കാം. ആദ്യത്തെ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ. ഇതിൽ നമ്മൾ ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസ് ആണ് ആ ലെഡ്ജറിൽ ഉണ്ടാവുക. അതായത് ഈ ലെഡ്ജറാണ് നമ്മളെന്ത് ജേണലായിട്ട് ചെയ്യുന്നത്. അപ്പം ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ ബാങ്ക് അക്കൗണ്ടിൻ്റെ ലെഡ്ജറിനെ ഡെബിറ്റ് ചെയ്തിട്ട് ക്യാപിറ്റലിൻ്റെ ലെഡ്ജറിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പം ക്യാഷ് അക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട് ആദ്യം തന്നെ നമുക്ക് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് അങ്ങനെ കൊടുക്കുക. ആദ്യം ഇവിടെ ഏതാ ഉള്ളത്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ. അപ്പം നമ്മൾ എന്താ കൊടുക്കേണ്ടത്?
ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ. അങ്ങനെ വരുമ്പം ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാണ്. അപ്പം ലെഡ്ജറിൽ വരുമ്പം ബാങ്കിൻ്റെ ഡെബിറ്റ് സൈഡ് ഏതാണ്? ലെഡ്ജറിൽ വരുമ്പം ഡെബിറ്റ് സൈഡ് ഇതാ ഇടത്തെ ഭാഗത്തുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡേറ്റ് ഇടുക. ഫസ്റ്റ് 1/1 ഡേറ്റ് ഇട്ട് 2 എന്താണ്? ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് ഏതാണോ അതിനെ ഇവിടെ എഴുതി കൊടുക്കുക. 2 ഏതാണ് അക്കൗണ്ട്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അല്ലേ? ടു ക്യാപിറ്റൽ എത്ര എമൗണ്ട്? 20,000 റുപ്പീസ്. ഇത് കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ എൻട്രീസ് പോസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരാണ്. ഈ ബാങ്കിലേക്ക് വരുമ്പോൾ നമുക്ക് ബാങ്കിലേക്ക് ഡെബിറ്റ് വന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ക്യാഷ് ഡെബിറ്റ് ആണല്ലോ, കാരണം ഒരു അസറ്റാണ്. 20,000 ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ 20,000 കയ്യിലുണ്ട്. അതായത് കിട്ടാണ് ക്യാപിറ്റൽ ആണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത അപ്പോൾ നമ്മൾ ഒരു ഇതുണ്ടായി. അപ്പോൾ അത് എൻട്രിയിൽ അടുത്ത ക്രെഡിറ്റിൽ ഒരു എൻട്രിയിൽ ആണ് ടു ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ എൻട്രി ചെയ്യുമ്പോൾ അപ്പോൾ ക്യാപിറ്റൽ ലെഡ്ജറിലേക്ക് പോവുക. കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എൻട്രി ഇട്ടു. ഈ ക്യാപിറ്റലിലേക്ക് വന്നിട്ട് അതേ ഡേറ്റ് തന്നെ ഫസ്റ്റ് ജനുവരി ബൈ ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ബാലൻസ് ആണ്? ബാലൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എൻട്രി പോസ്റ്റ്. അപ്പം ആ എൻട്രിയിൽ എന്താണുള്ളത്? ബാങ്കിന് ഡെബിറ്റ് ടു ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്താണ്? ഒരു ക്രെഡിറ്റ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ട് അതിലേക്ക് ഏത് വഴിയാണ് നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവന്നു? ഏത് വഴിയാണ് കൊണ്ടുവന്നത്? ബാങ്ക് വഴിയാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് എൻട്രീസ്. അതായത് ഇങ്ങനെ ഇത് മീനിങ് എന്നാൽ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാനും കിട്ടും. ബൈ ബാങ്ക് 20,000 വന്നു. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷൻസിനും ഡെബിറ്റും ക്രെഡിറ്റും അതാത് ലെഡ്ജറിൽ നമ്മൾ കൊണ്ടുപോയി എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്തു? പോസ്റ്റിങ്. ലെഡ്ജർ പോസ്റ്റിങ് സിമ്പിളാണ്. ലെഡ്ജർ പോസ്റ്റിങ് നമ്മൾ ആ എൻട്രി നമ്മൾ ഇട്ടു. ടു വൈക്കുണ്ട്. അതാണ് നമുക്ക് ഇട്ടത്. പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഡെബിറ്റ് ആവുക. ഡെബിറ്റ് ബാലൻസ് ഫസ്റ്റ് ഡേറ്റ് 2 ഡിസംബർ. ഡിസംബർ എത്രയാണ്? $4,000. ഈ അക്കൗണ്ടിൽ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. 4,000 നമ്മൾ പർച്ചേസ് നമ്മൾ ആ ഡെബിറ്റിൽ പോയി ഡെബിറ്റ് സൈഡ് ഉണ്ടോ? നമ്മൾ ഡെബിറ്റ് സൈഡ് ഉണ്ടോ? നമ്മൾ ചെയ്ത് ഡെബിറ്റ് സൈഡാണ്. ഡെബിറ്റ് സൈഡ് 2 സൈഡ്. അതായത് ഏത് അക്കൗണ്ട് മുഖേനയാണെങ്കിൽ ഡെബിറ്റ് വന്നത് ആ ഡെബിറ്റ് സൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരിക്കും. $4,000 എഴുതി. ഇനി വൈ അക്കൗണ്ടിൽ
എന്താണ് ക്രെഡിറ്റ് സൈഡിൽ വൈ ഒരു ക്രെഡിറ്റാണ്. ക്രെഡിറ്റ് എന്ത് ബാലൻസ് ഉണ്ടാവുക? ക്രെഡിറ്റ് ബാലൻസ്. ഇത് നമ്മളെ ലയബിലിറ്റിയാണ്. വൈ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റിക്ക് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് അതിലേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു, അപ്പം ക്രെഡിറ്റ് പോകുന്നു. അതായത് ജേണൽ എൻട്രി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ജേണലിൻ്റെ ക്രെഡിറ്റ് സൈഡിലുള്ളത് എന്ത് ചെയ്യും? ആദ്യം ലെഡ്ജറിൽ പോയിട്ട് ഇപ്പം ക്രെഡിറ്റ് വൈ അക്കൗണ്ടാണ് ഉള്ളത്. അപ്പോൾ വൈ അക്കൗണ്ടിൻ്റെ ലെഡ്ജറിൽ പോയിട്ട് ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്ത ഐറ്റം എന്താണോ അതിനെ എഴുതുക. അപ്പം എന്താണ് ഡെബിറ്റ് ചെയ്തത്? പർച്ചേസിനാണ്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വൈ അക്കൗണ്ട് എന്നല്ലേ. അപ്പം ഇവിടെ പോയിട്ട് നമ്മളെ വൈ അക്കൗണ്ട് പോയിട്ട് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡിൽ വൈ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തല്ലേ ഇവിടെ പോയിട്ട് പർച്ചേസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുക. പർച്ചേസ് അക്കൗണ്ട് എത്രയാണ്? ഇങ്ങനെയാണ് മനസ്സിലായി. ഇത് നിങ്ങൾ നല്ലോണം ഒന്ന് ഓർക്കുക. ഇതൊരു സിമ്പിളാണ്, ഇത് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാനുള്ളൂ. ഇതിങ്ങനെ ഓരോ ഡീസായിട്ട് ഇങ്ങനെ ഇടുക, എന്നിട്ട് ലാസ്റ്റ് ബാങ്കിങ് കൊണ്ട് അത്രയുള്ളൊരു ഉള്ളത്. പിന്നെ ഈ ബാക്കിയുള്ളത് നിങ്ങൾ ഉണ്ടായിരുന്നു ചെയ്ത് നോക്കുക. എന്നിട്ട് നോക്കൂ, വൈ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് 2000 ബാങ്ക് അക്കൗണ്ടിൽ വൈ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് ചെയ്തതാണ് വൈ. അപ്പോൾ എങ്ങനെയാണ് നമ്മളിവിടെ ക്യാഷ് അക്കൗണ്ട് കുറഞ്ഞു, ബാങ്ക് കുറഞ്ഞു, ബാലൻസ് കുറഞ്ഞു, അത് നമ്മൾ ഇവിടുന്ന് ക്രെഡിറ്റ് ചെയ്ത് ഒഴിവാക്കണം. ഒരു ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട്, അതായത് ഒരു അസറ്റിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നേരെ ക്രെഡിറ്റ് ബൈ വൈ അക്കൗണ്ട് യൂസ് ചെയ്യും. ഇനി അതുപോലെ തന്നെ നമ്മുടെ വൈ അക്കൗണ്ടിൽ പോയി ചെയ്യുക, ബില്ല് ചെയ്യുക. അത് വൈകിട്ടാണ് വൈകിട്ടാണ് അക്കൗണ്ട് ഇത്ര എമൗണ്ട് 2000. ഞാൻ ഡേറ്റ് ഒക്കെ കറക്റ്റ് ഇടണേ. ഞാനിപ്പോൾ ഡേറ്റ് കണ്ടില്ല, നിങ്ങൾക്ക് അക്കൗണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എൻഡ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ ബാക്കി റീസോ ഒക്കെ ഇടുക. എന്നിട്ടിപ്പോൾ അങ്ങനെ എൻട്രീസ് ഒക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് ബാലൻസ് ചെയ്യും. അതായത് ഇത് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 20 തന്നത് ഞാൻ ഓൾറെഡി പി എൻ്റെ നമ്മളധികം ലെഡ്ജറിൽ എന്നിട്ട് ബാക്കി ഇവിടെ എത്ര ബാലൻസ് ഉണ്ട്? ഇവിടെ 20 ഉണ്ട്. ബാക്കി 18,000 ഫോട്ടോ വേണം. 18,000 കൊടുക്കുക. എന്നിട്ട് ബാലൻസ് ആയിട്ടുള്ള ബാലൻസ്, അതായത് ഇത്രയും ബാലൻസ് ഇവിടെ ഉണ്ട്. അതായത് ക്യാഷ് അർത്ഥം. ഇപ്പോഴത്തെല്ലാം കൊടുക്കുന്ന കാര്യമില്ല, ഇത് ഷോർട്ടുള്ള സൈഡ്. അതായത് നമ്മളെ 20,000 ബാലൻസ്. ഇപ്പോൾ അതിന് പറഞ്ഞിട്ട് നമ്മൾ ക്യാഷ് അതായത് ബാലൻസ് ആണ്. ആണ് ഷെഡ്യൂൾ കിടന്നുകൊണ്ട് അടുത്ത ഇയറും അല്ലെങ്കിൽ നമ്മൾ ഞാനേക്ക് പോകുമ്പോൾ നേരെ പോസിറ്റീവ് സൈഡിലേക്ക്, അതായത് ബാക്കിലോൺ റോമണിലേക്ക് പോകുമ്പോൾ നേരെ പോസിറ്റീവ് പോകും. അതായത് ബാലൻസ് ഉണ്ട്. ഓക്കെ ആണല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നത്. ഈ ലെഡ്ജറിൻ്റെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഷോർട്ടിൽ പറഞ്ഞു. ഇത് റിവിഷൻ രൂപത്തിലുള്ളതാണ്. ഒരു ക്ലിയർ ആക്കാന്നുള്ള ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ്. അതിനെക്കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ ചെയ്യാനുള്ള ഇങ്ങനെ ചെയ്തു പോകും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം തന്നെ കിട്ടും. ഈ ലെഡ്ജർ പ്രത്യേകിച്ച് ഭാഗമൊന്നുമില്ല. ഈ ബാലൻസിനകത്ത് തന്നെയുള്ളൂ. നമുക്ക് ബാലൻസ് തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക്. നമ്മളിതുവരെ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ജേണൽ എന്താണെന്ന് പഠിച്ചു, ലെഡ്ജർ എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ അല്ലാത്ത കുറച്ച് ട്രാൻസാക്ഷനെ പറ്റിയും റവന്യൂ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുക, അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് നമ്മൾ ആദ്യം തന്നെ എന്താ നമ്മൾ ചെയ്യുക? ആദ്യം തന്നെ നമ്മൾ ജേണലൈസ് ചെയ്യും. ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ജേണലൈസ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമതായി ചെയ്യുന്ന പരിപാടി എന്താണ്? രണ്ടാമതായി നമ്മൾ ആ ട്രാൻസാക്ഷനെ പോസ്റ്റ് ചെയ്യും. അതായത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ ലെഡ്ജറിലേക്കുള്ള ബാലൻസുകളെ നമ്മൾ എന്ത് ചെയ്യും? ഇത് പിന്നീട് ഈ ബാലൻസസ് ഒക്കെ ശരിയാണോ, അതുപോലെ തന്നെ ഡെബിറ്റും ക്രെഡിറ്റും കറക്റ്റാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് ഇടും. ഈ ട്രയൽ ബാലൻസ് എപ്പോഴും ടാലി ആയിരിക്കും. അതായത് ട്രയൽ ബാലൻസിൽ ഒരു ക്രെഡിറ്റ് സൈഡും ഒരു ഡെബിറ്റ് സൈഡും ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എപ്പോഴും ടാലി ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെന്താണ് ട്രയൽ ബാലൻസിനെ പറ്റി നമുക്ക് നോക്കാം. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു ചെക്ക് മാത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്
ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ്: സീരിയൽ നമ്പർ, പർട്ടിക്കുലേഴ്സ്, അതുപോലെ തന്നെ ക്രെഡിറ്റ്, ഡെബിറ്റ്. നമ്മൾ സാധാ ജേണലിൻ്റെ ഒക്കെ ഒരു ഫോർമാറ്റിൽ തന്നെ ഉണ്ടാവുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് വരുന്നത്: സീരിയൽ നമ്പർ, പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഇവിടെ പർട്ടിക്കുലേഴ്സിൽ നമ്മൾ ഏത് അക്കൗണ്ടാണെന്ന് വെച്ചാൽ അക്കൗണ്ട് എടുക്കും. നമ്മൾ നേരത്തെ ലെഡ്ജർ നോക്കിയപ്പോൾ അതിൽ കണ്ടു ലാസ്റ്റ് ഒരു ബാലൻസ് ചെയ്യുന്ന പരിപാടി ഉണ്ട്. അതായത് ആ ലെഡ്ജറിൽ എത്ര ബാലൻസ് ഉണ്ടുള്ളത് നമ്മൾ നോക്കും. അപ്പം ആ ലെഡ്ജറിലുള്ള ബാലൻസ് ആണ് എന്ത് ഇവിടെ നമ്മൾ എഴുതുക. അതാണല്ലോ നമ്മളെ ലെഡ്ജറിലുള്ള ബാലൻസ്. അപ്പോൾ ബാലൻസ് വെച്ചിട്ട് ഓരോന്ന് എഴുതും. എന്നിട്ട് അത് ടാലി ആവുന്നുണ്ടോ ലാസ്റ്റ് നോക്കും. ഇത്രയാണ് ഈ ട്രയൽ ബാലൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പം ഇത് നമ്മൾ ടാലി ആവുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഡെബിറ്റ് നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പം എമൗണ്ടിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനത്തെ എന്തെങ്കിലും വിഷയം ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു ജേണൽ അല്ല ഒരു ട്രയൽ ബാലൻസിൻ്റെ ജസ്റ്റ് ഫോർമാറ്റ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലുണ്ടാവുക ഏതാണ് നെയിം ഓഫ് അക്കൗണ്ട്സ്, ഏതാണ് ക്യാഷിൽ 24,000 ഉണ്ട്. അത് ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണ്. അസറ്റിന് എന്ത് ബാലൻസ് ആണ് ഉണ്ടാവുക? ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ എങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ടിൽ എങ്ങനെയാണ് ബാലൻസ് വരിക? നിങ്ങൾ കണ്ടതല്ലേ ക്യാഷ് അക്കൗണ്ട് ഇങ്ങനെ വരച്ചാൽ ഇവിടെയാണ് എന്തുണ്ടാവുക? ടു ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് 20,000 റുപ്പീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടു സെയിൽസ് ഒരു 4,000 റുപ്പീസും വന്നു. അപ്പം ബൈ ബാലൻസ് ക്യാരി ഡൗൺ 24,000 റുപ്പീസ് വന്നു. അപ്പോൾ ഈ ക്യാരി ഡൗൺ ആയിട്ടുള്ള ഈ ബാലൻസ് 24,000 റുപ്പീസ് അല്ലേ? ഈ 24,000 റുപ്പീസ് ഇതിന് എന്ത് ബാലൻസ് ആണ്? ഇതിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഏത് സൈഡിലാണോ ഉള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബാലൻസ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ സൈഡിൽ അത്രയും കുറവാണ്, ഇപ്പുറത്തെ സൈഡിലാണ് അത്രയും കൂടുതൽ. അതിനെ കൊണ്ടാണ് അവിടെ നമ്മൾ ആ ബാലൻസ് ക്യാരി ഡൗൺ കൊടുക്കേണ്ട ആവശ്യം വന്നത്. അപ്പം ഈ ഡെബിറ്റ് ബാലൻസ് ആണ് ഇതിനുള്ളത് 24,000. അപ്പം ഡെബിറ്റ് ബാലൻസ് 24,000, ക്യാഷ് 24,000 ഡെബിറ്റ് ബാലൻസ്, ക്യാഷ് 24,000. അതുപോലെ തന്നെ ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്രയാണ് ബാലൻസ് ഉള്ളത്? 20,000 എന്ത് ബാലൻസ് ആണ്? ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ലെഡ്ജറിൽ നിന്നും നമുക്ക് ഈ ബാലൻസ് കിട്ടൂലേ? ഈ ബാലൻസ് അവിടെ ഉണ്ടാവും, നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ബാലൻസ് എടുത്തിട്ട് ജസ്റ്റ് ഇവിടേക്ക് ഇടുക, അത്ര തന്നെയുള്ളൂ പണി. അപ്പം ഇതേതാ? ക്യാപിറ്റൽ 20,000. അതുപോലെ തന്നെ പർച്ചേസ് 8,000. എല്ലാ അക്കൗണ്ട്സും വരും. നമ്മളെ എക്സ്പെൻസസും വരും, ഇൻകംസും വരും, അതുപോലെ തന്നെ അസറ്റ്സും വരും, ലയബിലിറ്റീസും വരും, ക്യാപിറ്റൽ വരും, എല്ലാം വരും. അപ്പം എല്ലാം കൂടി നോക്കുമ്പോൾ ഇനി 4,000 വൈ അക്കൗണ്ട്. ഇതെന്താണ്? ഇതൊരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റിക്ക് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുപോലെ തന്നെ ഇത് സെയിൽ, ഇതൊരു ഇൻകാണ്. ഇൻകത്തിന് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്, 8,000. അപ്പോൾ നമ്മളെ ടോട്ടലായിട്ടുള്ളത് കിട്ടി 32,000. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് റെഡിയായി. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ട്രയൽ ബാലൻസ് ഉണ്ടാവുക. അതായത് നേരെ നമ്മുടെ ലെഡ്ജറിൽ എത്ര ബാലൻസ് ഉണ്ടോ ആ ബാലൻസ് നമ്മൾ നേരെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇടുന്നു. ഇത്രയുള്ള പരിപാടി. പിന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് കോൺസെപ്റ്റ് പറയാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് അല്ലാതെ വേറെ ചെയ്ത് നോക്കുക. കോൺസെപ്റ്റ് മനസ്സിലായ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനും പണിയൊന്നും ഉണ്ടാവില്ല. അപ്പം സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ICAൻ്റെ മെറ്റീരിയലിനോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഒക്കെ ഗൂഗിളിൽ അടിച്ചാലൊക്കെ നമുക്ക് പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കിയിട്ട് ചെയ്യാം. അപ്പം പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ നോക്കി കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ കുറച്ചുകൂടി ഒരു എഫിഷ്യൻ്റായിട്ട് നല്ല തറവായി മാറും.
ഇനി നമുക്ക് എന്ത് നോക്കാം, എൻട്രി നോക്കാം. ഫ്രം ദ ഫോളോയിങ് ലെഡ്ജർ ബാലൻസസ് പ്രിപ്പയർ ട്രയൽ ബാലൻസ് ഓഫ് അനുരാധ ട്രേഡേഴ്സ് ഓൺ March 31st, 2020. അപ്പം ഇതാണ് എന്ത് ലെഡ്ജേഴ്സിൻ്റെ കുറച്ച് ലെഡ്ജേഴ്സിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളോട് എന്ത് ഉണ്ടാക്കാനാണ് പറഞ്ഞത്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ട്രയൽ ബാലൻസ് ആദ്യം തന്നെ എന്താ ഉള്ളത്, ക്യാപിറ്റൽ. ഞാനിപ്പുറത്ത് ഒന്ന് ജസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. അതിൽ അടിയിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ബാലൻസ് കൊടുത്തിട്ടുണ്ട്. പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ക്രെഡിറ്റ്, ഡെബിറ്റ്. ക്യാപിറ്റൽ 1 lakh. 1 lakh എന്ത് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ് 1 lakh. സെയിൽസ് 1,66,000. 1,66,000 എന്ത് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. പർച്ചേസ് 1,50,000. പർച്ചേസിന് എന്ത് ബാലൻസ് ആണ്, പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് എന്ത് ബാലൻസ് ആണ് ഉണ്ടാവുക, ഡെബിറ്റ് ബാലൻസ് 1,50,000. സെയിൽസ് റിട്ടേൺ, സെയിൽസ് ഒരു ഇൻകമാണ്. ഇൻകത്തിൻ്റെ റിട്ടേൺ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെൻസ് ആണ്. ഓക്കെ, നമ്മൾ അങ്ങനെ വേണം ചിന്തിക്കാൻ. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻകം, അതിൻ്റെ റിട്ടേൺ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെൻസ്. അപ്പം 12,000 സെയിൽസ് റിട്ടേൺ. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അലൗ ചെയ്ത് കൊടുത്ത ഡിസ്കൗണ്ട്, അത് നമുക്കൊരു എക്സ്പെൻസ് ആണ് 2,000. അതുപോലെ തന്നെ എക്സ്പെൻസസ് 10 lakh. അല്ല, എക്സ്പെൻസസ് 10,000 എക്സ്പെൻസ്, അതും ഡെബിറ്റ് ബാലൻസ് ആണ്. പിന്നെ ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുമ്പോൾ ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡെപ്റ്റർ, അതായത് നമ്മളുടെ സാധനം വാങ്ങിയ ഒരാൾ നമുക്ക് പൈസ തരാണ്ട്, പറ്റുന്ന സാധനം വാങ്ങിയ ഒരാൾ, അപ്പോൾ അയാൾ നമ്മൾക്ക് എന്താണ്, ഒരു അസറ്റാണ്. അസറ്റിന് എന്ത് ബാലൻസ് ഉണ്ടാവുക, ഡെബിറ്റ് ബാലൻസ്. 75,000 അപ്പം എന്ത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ്. അതുപോലെ തന്നെ ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി അത് നമ്മൾ കൊടുക്കാനുള്ളതാണ്, അത് നമ്മളുടെ ലയബിലിറ്റിയാണ്. ലയബിലിറ്റിക്ക് എന്ത് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ്. സോ 25,000 ക്രെഡിറ്റിൽ. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഒരു അസറ്റാണ്. നമ്മളൊരു കമ്പനിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് നമുക്ക് പിന്നീട് റിട്ടേൺ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴാണോ അത് വേണ്ടത് അപ്പോൾ വിഡ്രോ ചെയ്തെടുക്കാനും കഴിയും. കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടാവുന്നുള്ളൂ, എന്നാലും നമുക്ക് പിന്നീട് വിഡ്രോ ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു അസറ്റാണ്, ലോങ് ടൈമിലേക്കുള്ള അല്ലെങ്കിൽ ഒരു എക്കണോമിക് ബെനിഫിറ്റ് തരുന്ന ഒരു ഐറ്റമാണ്. ഷോർട്ട് ടൈം ആവാം, ലോങ് ടൈം ആവാം. അപ്പം അതൊരു അസറ്റാണ്. അസറ്റിന് എന്ത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ്. ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് ഹാൻഡ്, അതായത് കയ്യിലും ബാങ്കിലുള്ള നമ്മളുടെ ക്യാഷിന് എന്ത് ബാലൻസാണ്, നമുക്ക് ഓൾറെഡി അറിയാം, അതൊരു ഡെബിറ്റ് ബാലൻസ് ഉള്ള അസറ്റാണ്. അസറ്റിന് എന്ത് ഡെബിറ്റ് ബാലൻസ് ആണ്, 37,000. ഇനി ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്താണ്, അതൊരു ഇൻകമാണ്. ഇൻകത്തിന് എന്ത് ബാലൻസ് ആണ് ഉണ്ടാവുക, ക്രെഡിറ്റ് ബാലൻസ് 500. ഇൻഷുറൻസ് പെയ്ഡ് എന്താണ്, ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ അതിനെന്ത് ബാലൻസ് ഉണ്ടാവുക, ഡെബിറ്റ് ബാലൻസ്. അത് അത്രയായി. ഇനി നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. ജസ്റ്റ് ആദ്യം ക്രെഡിറ്റ് ടോട്ടൽ ചെയ്യാം. 1 lakh പ്ലസ് 1,66,000 പ്ലസ് 25,000 പ്ലസ് 1,500, 292,500. നമുക്ക് ഡെബിറ്റ് ടോട്ടൽ ചെയ്ത് 1,50,000 പ്ലസ് 12,000 പ്ലസ് 2,000 പ്ലസ് 10,000 പ്ലസ് 75,000 പ്ലസ് 15,000 പ്ലസ് 37,000 പ്ലസ് 2,500. ഈ കേസ് കണ്ടങ്ങൾ ഞാനിപ്പോൾ ആദ്യം കൂട്ടിയപ്പോൾ ഞാൻ നമ്മളുടെ ക്യാഷും ബാങ്കും എത്ര എടുത്തിരുന്നത്, 37,000 ആയിരുന്നു എടുത്തിരുന്നത്. ബട്ട് ദാറ്റ് വാസ് റോങ്, 26,000 ആയിരുന്നു. അപ്പം ഈ 26,000 ആയിരുന്നത് കൊണ്ട് ഇത് കൂട്ടിയപ്പോൾ ഒരു ഡിഫറൻസ് വന്നു, റൈറ്റും റെഡി ആവുന്നില്ല. അപ്പം നോക്കിയപ്പോഴാണ് മനസ്സിലായത് 26,000 ആണ് എന്ത്
ക്യാഷ് അറ്റ് ബാങ്കും ഹാൻഡും ഉള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മളെ കേസിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം, എന്താണ് തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് 26,000 ആണ്. അപ്പോൾ 2,92,500, 2,92,500. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇത് രണ്ടും എപ്പോഴും ടാലി ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പം ടാലി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതത്ര വിഷയമാക്കണ്ട. ഇപ്പോൾ നമ്മൾ കിട്ടിയിട്ടില്ലെങ്കിലും ഇപ്പം ട്രയൽ ബാലൻസ് ടാലി ആയിട്ടില്ലെങ്കിലും നിങ്ങൾ നോക്കുക, ടാലി ആക്കാൻ കഴിയുന്നുണ്ടോ നോക്കുക. പക്ഷെ ടൈം അധികം എക്സാമിന് പോകുന്നുണ്ടെന്ന് കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് നിർത്തിയിട്ട് എത്രയാണോ എഴുതിയത് അതിനുള്ള മാർക്ക് കിട്ടും. ഇതിപ്പോൾ ട്രയൽ ബാലൻസിലൂടെ നമ്മൾ ഏത് ബാലൻസാണ് നമുക്ക് അറിയുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യമായിട്ട് നോക്കുക. പിന്നെ ബാക്കി ട്രയൽ ബാലൻസ് ടാലി ആയി കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഫൈനൽ അക്കൗണ്ട്സിലേക്ക് കടക്കുന്നുണ്ടെങ്കിലാണ് പിന്നെ പ്രശ്നം വരും. ട്രയൽ ബാലൻസിന് മാത്രം ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ടാലി ആക്കിയിട്ട് ഫുൾ ടാലി ആക്കാൻ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ടാലി ആക്കുക. ഇല്ല, ടൈം വളരെ കുറവാണെങ്കിൽ എത്രത്തോളമാണ് ചെയ്തത് അത്ര വെച്ചിട്ട് ബാക്കി വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ ബാലൻസ് 2,92,500, 2,92,500. ഓക്കെ, അപ്പോൾ അത്രയാണ് ട്രയൽ ബാലൻസിൻ്റെ കാര്യം. ട്രയൽ ബാലൻസ് ഇത്ര തന്നെയുള്ളൂ, വലിയ ഇതാക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. അതായത് ജസ്റ്റ് ഓരോന്നിൻ്റെ ബാലൻസ് എടുക്കുക, എന്നിട്ട് പോസ്റ്റ് ചെയ്യുക, അപ്പം തന്നെ അത് റെഡിയാവും. അപ്പോൾ അത് സിമ്പിളായിട്ടുള്ള അതാണ് നമ്മളെ ട്രയൽ ബാലൻസും. ഇനി ബാക്കിയുള്ള നമ്മളുടെ ഫൈനൽ അക്കൗണ്ട്സിലാണ് നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. മനസ്സിലായിട്ടുണ്ടാവും. ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ലെഡ്ജർ എങ്ങനെയാണെന്നൊക്കെ അറിയുന്നുണ്ടാവും. ഇനി ഇതൊക്കെ ഒന്ന് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഏത് സോഴ്സിൽ നിന്ന്, ICN മെറ്റീരിയലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സോഴ്സിൽ നിന്നോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ട് അതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. അതൊക്കെ റെഡി ആവുന്നുണ്ടാവും. അപ്പോൾ ഈ ബാലൻസ് അസറ്റ് ലയബിലിറ്റീസ് അതുപോലെ തന്നെ ഇൻകം എക്സ്പെൻസ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളാണ്. അതുപോലെ തന്നെ മോഡേൺ അപ്രോച്ചിലെ റൂൾസ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും സ്ട്രോങ് ആക്കി വെക്കുക. അപ്പം തന്നെ ബാക്കി നമുക്ക് സ്ട്രോങ് ആയി വരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം, അതായത് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്, എന്നാലൊന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ക്യാഷ് ബുക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ് എന്ത്? ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്യാഷ് ബുക്കുമാണ്, അതുപോലെ തന്നെ ഒരു ലെഡ്ജറുമാണ്. എന്താ പറഞ്ഞു വെച്ചാൽ ഇത് ക്യാഷ് ബുക്ക് എന്ന് നമ്മൾ പറയും, അതായത് ഒരു ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലെഡ്ജർ ഉണ്ടാവില്ലേ, നമ്മൾ ലെഡ്ജേഴ്സ് പഠിച്ചതാണ്. അപ്പോൾ ലെഡ്ജേഴ്സിൽ എങ്ങനെ ഉണ്ടാവുക നമുക്കറിയാം. അപ്പം അങ്ങനത്തെ ഒരു ലെഡ്ജറിനെയാണ് ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ക്യാഷിൻ്റെ ലെഡ്ജറാണ് ക്യാഷ് അക്കൗണ്ട്. ഈ ക്യാഷ് അക്കൗണ്ടിന് തന്നെയാണ് ക്യാഷ് ബുക്ക് എന്നും പറയുന്നത്. ഈ ക്യാഷ് ബുക്ക് ആയിട്ടും അറിയപ്പെടും, അതുപോലെ തന്നെ ഒരു ലെഡ്ജർ ആയിട്ടും അറിയപ്പെടും. ഇതൊരു ലെഡ്ജറുമാണ് ക്യാഷ് ബുക്കുമാണ് ക്യാഷിൻ്റെ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ പഠിച്ചതേ കാര്യം തന്നെയാണ്. ജസ്റ്റ് പോസ്റ്റിങ്, ക്യാഷ് ഇൻ ഹാൻഡ് 1,200. അപ്പം എന്താ ഉണ്ടാവുക? ക്യാഷിന് ഏത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പം ടു ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് എന്താണ് ഉണ്ടാവുക? ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുമ്പോൾ എന്താ ഉണ്ടാവുക? ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എത്ര ഉണ്ടാവും? 1,200 ഉണ്ടാവും. റിസീവ്ഡ് ഫ്രം റാം 300. റാമിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു റാം. അപ്പം ടു റാം ഡെബിറ്റിൽ റാം 300. പെയ്ഡ് ടു മോഹൻ എന്ന് പറയുമ്പം മോഹന് പേ ചെയ്തു. അപ്പം അക്കൗണ്ട് ക്യാഷ് പോയി.
എന്താ വരിക? ബൈ മോഹൻ 300, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 300. ഇതെന്താണ്? ടു സെയിൽസ്. ക്യാഷ് അക്കൗണ്ട് വിത്ത് ടു സെയിൽസ്. നമ്മളെപ്പോഴും ജേണൽ എൻട്രി ആലോചിക്കുക, എന്നിട്ട് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക. അത്ര ചെയ്താൽ മതി, പെട്ടെന്ന് കിട്ടും. ടു സെയിൽസ് 300. ഇനി എന്താ? പെയ്ഡ് ടു ശ്യാമിന് പേയ്മെന്റ് ചെയ്തു. ബൈ ശ്യാം. പർച്ചേസ് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. ബൈ ഫർണിച്ചർ 200. സാലറി പേ ചെയ്തു, അത് എക്സ്പെൻസ് ആണ്. സാലറി 400. റെന്റ് ഡ്യൂ യെറ്റ് ടു ബി പെയ്ഡ്. ഇത് നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ? റെന്റ് ഡ്യൂ യെറ്റ് ടു ബി പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് റെന്റ് ഈ അക്രൂവലുള്ള എൻട്രി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അക്കൗണ്ട്സ് നമ്മൾ രണ്ട് രീതിയിലാണ് കീപ്പ് ചെയ്യുക. ഒന്ന് ക്യാഷ് ബേസിസ്, രണ്ട് മെർക്കൻഡൈൽ ബേസിസ് ഓർ അക്രൂവൽ ബേസിസ്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മളൊരു അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇതിലേത് രീതിയിലാണോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് ഇരിക്കും. ഈ ക്യാഷ് ബേസിസ് എന്ന് പറയുമ്പം നമ്മൾ എന്തുണ്ടെങ്കിലും ക്യാഷ് പോയാലോ വന്നാലോ നമ്മൾ കൺസിഡർ ചെയ്യും. ഉദാഹരണത്തിന് നമുക്ക് സാലറി കൊടുക്കണം. സാലറി 10,000 റുപ്പീസാണ് കൊടുക്കേണ്ടത്. ഹോൾ ഇയറിലേക്ക് 10,000 റുപ്പീസാണ് നമുക്ക് സാലറി കൊടുക്കേണ്ടത്. അപ്പോൾ ആ സാലറി നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ഇയർ എൻഡ് ആയപ്പോഴും നമ്മൾ കൊടുത്തില്ല. അപ്പോൾ നമ്മൾ എന്താ എൻട്രി ഒന്നും ഇടൂല. കാരണം ഇപ്പോൾ ക്യാഷ് ബേസിസ് ആണ്, ക്യാഷ് പോകുന്നില്ല, ട്രാൻസാക്ഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. ക്യാഷ് ബേസിസ് നോക്കുമ്പോൾ ട്രാൻസാക്ഷൻ ഒന്നും നടക്കുന്നില്ല. ഓക്കെ ആണല്ലോ. ഇനി മെർക്കൻഡൈൽ ബേസിസിലാവുമ്പം, അതായത് അക്രൂവൽ ബേസിസിലാവുമ്പം, അക്രൂവൽ ബേസിസ് എന്താ പറയുന്നത് വെച്ചാൽ നമ്മളുടെ ഓരോ ട്രാൻസാക്ഷനും അല്ലെങ്കിൽ ഓരോ എക്സ്പെൻസും നമ്മൾ എപ്പോഴാണോ ഇൻകർ ചെയ്യുന്നത് അപ്പം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതായത് ഇപ്പം സാലറി അക്കൗണ്ട് ഡെബിറ്റ് 10,000. ഇത് 31 മാർച്ചിനുള്ള എൻട്രി ആയിരിക്കും. 31 മാർച്ച് ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെ. 31 മാർച്ചിന് സാലറി അക്കൗണ്ട് ഡെബിറ്റ് 10,000. അതായത് ആ ഇയറിലെ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണിക്കണം. കാരണം ആ എക്സ്പെൻസ് ആണ്, ഇയറിലെ എക്സ്പെൻസ് ആണ്. നമ്മൾ കൊടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അത് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സാലറി അക്കൗണ്ട് ഡെബിറ്റ് 10,000 റുപ്പീസ് ടു എന്താ കൊടുക്കുക? അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ കൊടുക്കുക? അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? സാലറി പേയബിൾ 10,000 റുപ്പീസ് ഓർ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്നൊക്കെ പറയും. സാലറി പേയബിൾ അല്ലെങ്കിൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നമ്മൾ കാണിക്കും. ഇതെന്താണ്? ഹെഡ്. ഇത് ലയബിലിറ്റി ആയിട്ട് കാണിക്കും. എന്നിട്ട് ഇത് നമ്മൾ എപ്പോഴാണോ പേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എൻട്രി ഇടും? സാലറി പേയബിൾ ഡെബിറ്റ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ആ പേയബിളിനെ നമ്മൾ ഒഴിവാക്കും. ഓക്കെ, ഇങ്ങനെയാണ് അക്രൂവൽ ബേസിസിൽ നമ്മൾ എൻട്രി ഇടുക. അക്രൂവൽ ബേസിസിൽ എപ്പോഴും ഓരോ എക്സ്പെൻസും, ഇത് സാലറിൻ്റെ കേസ് മാത്രമല്ല, ഓൾ കേസസ്. സാലറിൻ്റെ കേസ് മാത്രമല്ല, എല്ലാ കേസിലും ഈ സാലറി അക്കൗണ്ട് അഥവാ നമ്മളുടെ ഓരോ പേയ്മെൻറ്റ്സ്, എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം. ഓരോ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ ആ ഇയർത്തതാണെങ്കിൽ ആ ഇയറിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യണം. എന്നിട്ട് നമ്മളത് ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടു ക്യാഷ്, അല്ലെങ്കിൽ
ടു പേബിൾ ആണെങ്കിൽ ടു ഔട്ട്സ്റ്റാൻഡിങ് ഓർ ടു പേബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻട്രി ഇട്ടിട്ട് ആ എക്സ്പെൻസിനെ ബുക്ക് ചെയ്യും. അതുപോലെ തന്നെ ലയബിലിറ്റി ആയിട്ട് നമ്മളുടെ ബാലൻസ് ഷീറ്റിലേക്ക് ആ പേബിൾ ആയിട്ടുള്ള എമൗണ്ട് പോവുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന ടൈമിൽ അത് ക്യാൻസലായി പോവുകയും ചെയ്യും. അപ്പം ഇങ്ങനെയാണ് അക്രൂവൽ ബേസിസ് വരുന്നത്. അതുപോലെ തന്നെ ക്യാഷ് ബേസിസിലാവുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ എപ്പോഴാണോ സാലറി കൊടുക്കുന്നത് അപ്പോഴാണ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. അങ്ങനെ കാണിക്കുന്ന കേസല്ല ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ കാണിക്കുന്ന കേസ് അത് വളരെ കുറച്ച് കേസിലാണ് നമ്മൾ ക്യാഷ് ബേസിസ് ഫോളോ ചെയ്യാറ്. ചെറിയ ചെറിയ ബിസിനസ് അങ്ങനത്തെ കേസിലാണ് നമ്മൾ ക്യാഷ് ബേസിസ് ഫോളോ ചെയ്യുന്നത്. അധികവും ഫോളോ ചെയ്യുന്നത് മെർക്കൻറ്റൈൽ ബേസിസ് ആണ്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് കുറേ ആൾക്കാർക്ക് അറിയാത്തതുണ്ടാവും, എങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി ഇടേണ്ടത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് എന്തായാലും ഇതൊന്ന് നല്ലോണം നോക്കുക, എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഈ കേസിൽ നിങ്ങൾ നോക്കൂ, റെന്റ് ഡ്യൂ 200 യെറ്റ് ടു ബി പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എന്താണ് ശരിക്കും എൻട്രി എന്താ വരിക? എൻട്രി വരിക എന്താണെന്ന് വെച്ചാൽ റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് $200 ടു റെന്റ് പേബിൾ 200. ഇങ്ങനെയാണ് എന്ത് വരിക? എൻട്രി വരിക. റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് 200, അതുപോലെ തന്നെ റെന്റ് പേബിൾ 200. അപ്പം ഇതിൽ ക്യാഷ് എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് പോവോ? ഇല്ല. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ക്യാഷ് അക്കൗണ്ടോ അങ്ങനത്തെ എല്ലാം നമുക്ക് കിട്ടും. അപ്പം ഈ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിങ്ങനെ നമ്മൾ സാധാ ലെഡ്ജർ തന്നെയാണ്, ക്യാഷിൻ്റെ ലെഡ്ജർ. ജസ്റ്റ് നമ്മൾ സാധാ എങ്ങനെയാണോ ലെഡ്ജർ പോസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ പോസ്റ്റ് ചെയ്താൽ മതി. ആദ്യം നമ്മളൊന്ന് ജേർണലൈസ് ചെയ്ത് തന്ന കാര്യങ്ങളൊന്ന് ജേർണലൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ ഏതൊക്കെയാണ് ഇങ്ങോട്ടൊക്കെയാണ് വരുന്നത് നോക്കിയിട്ട് നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. ഗണേഷ് കമ്മൻസസ് ബിസിനസ് ഓൺ 1st April 2020. Ganesh commenced business with 19,000 capital. He had the following transactions for the month of April 2020. Purchased furniture and paid cash. Purchased goods ₹800. Sold goods for cash. Transactions paid cash to Ram Mohan 5,500 600. He allowed discount 40. He received cash from Krishna and Co 600. Allowed discount 20. Paid for petty expense 15. Cash purchase 115. Paid for labor 1000. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ ക്യാഷ് ബുക്ക് വിത്ത് ഡിസ്കൗണ്ട് കോളം കൂടിയുള്ള ക്യാഷ് ബുക്കാണിത്. രണ്ടും തമ്മിൽ വ്യത്യാസം പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ഡിസ്കൗണ്ടിൻ്റെ കോളം കൂടി എക്സ്ട്രാ ഉണ്ടാവും, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. ഇതിലെങ്ങനെ എൻട്രി ഇടാമെന്ന് നോക്കാം. ഏപ്രിൽ വിത്ത് 9,000 ക്യാപിറ്റലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പതിതാ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 9,000 റുപ്പീസ്. 9,000 റുപ്പീസ് എവിടെയുള്ളത്? ഡേറ്റ്, റെസീപ്റ്റ്, ലെഡ്ജർ ഫോളിയോ, ഡിസ്കൗണ്ട് എമൗണ്ട്, ഡേറ്റ്, പേയ്മെൻറ്റ്, ലെഡ്ജർ ഫോളിയോ, ഡിസ്കൗണ്ട് എമൗണ്ട്. ഇങ്ങനെയാണ് എന്തുള്ളത്? ക്യാഷ് ബുക്ക് ഉണ്ടാവുക.
റെസിപ്റ്റ് പേയ്മെൻറ്റ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്പം റെസിപ്റ്റ് ക്യാപിറ്റൽ കൊണ്ടുവന്നത് 9000 റുപ്പീസാണ്. അപ്പോൾ അത് കിട്ടി, അത് റെഡി. ഇനി സെയിൽസ് നടന്നു. സെയിൽസ് എത്രയാണ് നടന്നത്? എമൗണ്ട്സിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്, അത് നിങ്ങൾ കാര്യം കണ്ട. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് 250, 250ക്ക് ഫർണിച്ചർ വാങ്ങി, അത് പേയ്മെൻ്റ് ആണ്, പേയ്മെൻറ്റ് കൊടുത്തു. പർച്ചേസ് 500 ആണ് ഇത്. പർച്ചേസ് 500. അതുപോലെ തന്നെ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 1500, സെയിൽസ് 1500. ഇനി എന്താണ് ട്രാൻസാക്ഷൻസ്? പെയ്ഡ് ക്യാഷ് ടു റാം മോഹൻ 560 ക്യാഷ് ആയിട്ട് നമ്മൾ പേ ചെയ്തു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ എത്ര വരിക? ക്യാഷ് അക്കൗണ്ടിൽ 560 വരും. ഇതാണ് ക്യാഷ് അക്കൗണ്ടിലുള്ള എമൗണ്ട്. ഈ ഡിസ്കൗണ്ട് കോളം നമ്മൾ എങ്ങോട്ടാണ് പോവുകയെന്ന് വെച്ചാൽ ഇത് P&Lലേക്കാണ് പോവുക. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഡിസ്കൗണ്ട് കോളം നമ്മൾ P&Lലേക്കാണ് കൊടുക്കുക. ഇത് ക്യാഷ് ഡിസ്കൗണ്ട് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകും. ഇത് നമ്മളെ ഇൻകായിട്ട് നമ്മൾ കാണിക്കും. കാരണം ശരിക്കും നമ്മൾ ഈ റാം മോഹന് 600 റുപ്പീസാണ് കൊടുക്കാനുണ്ടായിരുന്നത്. ബട്ട് ആ 600 റുപ്പീസ് കൊടുക്കേണ്ടതിന് പകരം നമ്മൾ എത്രയാണ് കൊടുത്തത്? 560 റുപ്പീസാണ് കൊടുത്തത്. അതിന് ബാക്കിയുള്ള 40 രൂപ നമ്മുടെ ഇൻകം അല്ലേ? ഒരു എക്സ്പെൻസ് പോയി എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു ഇൻകമാണ്. അപ്പോൾ ആ ഇൻകം ആയിട്ടുള്ള 40 റുപ്പീസ് അല്ല, ഒരു ലയബിലിറ്റി പോയി എന്ന് പറഞ്ഞാൽ, ഒരു ലയബിലിറ്റി ആയിട്ടുള്ള ലയബിലിറ്റി നമ്മളുടെ കയ്യിൽ നിന്ന് നമുക്ക് അത്രയും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി തന്നാൽ അതൊരു ഇൻകം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കൊണ്ടാണ് ഇവിടെ P&Lലേക്ക് ഡിസ്കൗണ്ട് അലൗഡ് ഡിസ്കൗണ്ട് കാണിക്കുന്നത്. അത് ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് വരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഇൻവോയ്സിൽ നമ്മുടെ പർച്ചേസ് വാല്യൂവിൽ കുറയാണ് ചെയ്യുക, അല്ലെങ്കിൽ സെയിൽ വാല്യൂവിൽ കുറയാണ് ചെയ്യുക. അങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ ഈ അക്കൗണ്ട് ഇങ്ങനെയാണ്. അക്കൗണ്ട് റെസിപ്റ്റ്, ഡിസ്കൗണ്ട്, എമൗണ്ട്, റെസിപ്റ്റ്, പേയ്മെൻറ്റ്, ഡിസ്കൗണ്ട്, എമൗണ്ട്, ഇങ്ങനെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ ഡെബിറ്റ് സൈഡിൽ എത്രയാണ്? കൃഷ്ണ ആൻഡ് കോ നമുക്ക് 620 തരാനുണ്ടായിരുന്നു. അതിൽ 600 ആണ് തന്നത്. ബാക്കിയുള്ള ഈ 20 എന്താണ്? എക്സ്പെൻസ് ആണ്. ഈ എക്സ്പെൻസും ഈ ഇൻകവും തമ്മിൽ നമ്മൾ സെറ്റ് ഓഫ് ചെയ്തിട്ട് എത്ര ഉണ്ടാവും? 28 റുപ്യ ഉണ്ടാവും. ഈ 28 റുപ്യ നേരെ P&Lലേക്ക് പോകും. ഇത് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് നമ്മൾ ഇൻകത്തിലെടുത്തിട്ട് ഇത് നമ്മൾ എക്സ്പെൻസിലിടുക P&L തന്നെ, അങ്ങനെയും ചെയ്യാം. അപ്പം ഈ ഡിസ്കൗണ്ട് കോളുള്ള ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പരിപാടി. അതായത് ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുക, ഡൈ നെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് P&Lലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അതത്രയേ ഉള്ളൂ. ക്യാഷ് എത്രയാണ് കിട്ടുന്നത് അത് ക്യാഷ് കറക്റ്റായിട്ട് ഇവിടെ എഴുതുക. ഇതിപ്പോൾ എങ്ങനെ എൻട്രി, ഇതിൻ്റെ എൻട്രി എങ്ങനെയാണെന്ന് വെച്ചാൽ ജേണൽ എൻട്രി ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇതിപ്പം കൃഷ്ണ ആൻഡ് കോ 620 നമുക്ക് തരാനുണ്ട്. അപ്പം അത് തന്നു. അത് തന്നാൽ എന്താണ്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇയാൾ എന്താണ്? കൃഷ്ണ ആൻഡ് കോ നമ്മളുടെ ഗിവറാണ്. ഗിവർ നമുക്ക് പൈസ തന്നാൽ ഗിവറായ ഒരാൾ ഗിവറാണെങ്കിൽ അയാളെ ക്രെഡിറ്റ് ചെയ്യണം. ടു കൃഷ്ണ ആൻഡ് കോ 620 ബൈ ക്യാഷ് 600. ഡിസ്കൗണ്ട് അലൗഡ്, നമ്മൾ ഡിസ്കൗണ്ട് അലോ ചെയ്ത് കൊടുത്തതാണ് 20. അപ്പോൾ എങ്ങനെ വരിക? എസ് അക്കൗണ്ട് ഡെബിറ്റ് 600, ഡിസ്കൗണ്ട് അലൗഡ് 20,
ടു കൃഷ്ണ ആൻഡ് കോ 620. ഇങ്ങനെയാണ് എന്ത് വരിക, നമ്മളുടെ ഓരോ ട്രാൻസാക്ഷൻസും വരിക. ഓക്കെ, അപ്പം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയാണ് ഓരോ എൻട്രീസും വരിക എന്നുള്ളതും. ഇത് സാധാ ലെഡ്ജർ തന്നെയാണ്, ബട്ട് റെസിപ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, കേട്ടിട്ടുണ്ടോ? കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളെ എൻട്രീസ് എന്താ ഉണ്ടാവല്, ഒന്നെങ്കിൽ പേയ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റെസീപ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ജേണൽ വഴി പാസ് ചെയ്യുന്ന നമ്മളെ ഡിപ്രിസിയേഷൻ, അതുപോലത്തെ പേയ്മെൻറ്റ് ക്യാഷ് ഇല്ലാത്ത എൻട്രീസ് ആയിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എൻട്രീസ് ആയിരിക്കും. ഇത് കോൺട്രാ എൻട്രി എന്ന് പറയുമ്പം ഒരു ബാങ്കിൽ നിന്നും ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്കോ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിനാണ് കോൺട്രാ എൻട്രി എന്ന് പറയുക. കോൺട്രാ എൻട്രി എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ കോൺട്രാ എൻട്രി എന്ന് പറയാം. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. സോ അതൊരു കോൺട്രാ എൻട്രി ആയിട്ടാണ് വരിക. അപ്പം അങ്ങനെ വിഡ്രോ ചെയ്യുമ്പോൾ എന്താണ് എൻട്രി വരിക, നമ്മൾ ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് കൂടും, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. അപ്പം ഇങ്ങനെയുള്ള രണ്ട് സൈഡിലും ക്യാഷും ബാങ്കും ആയിട്ട് വരുന്നതാണ് എന്ത്, കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ഇതേ സാധനം തന്നെയാണ് പെറ്റി ക്യാഷിലേക്ക് നമ്മൾ എടുക്കുമ്പോഴും. പെറ്റി ക്യാഷ് ടു ക്യാഷ് ആകുമ്പം ഇത് രണ്ടും ക്യാഷാണ്. സോ ഈ ടൈമിലും കോൺട്രാ എൻട്രിയാണ് വരിക. ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ബാക്കി നോക്കാം അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫൈനൽ അക്കൗണ്ട്സ് ആണ്. നമ്മൾ ഏതാണ്ട് എല്ലാ ഭാഗവും ഒന്ന് സ്പീഡിൽ കവർ ചെയ്ത് വന്നു. ഇതൊരു കോൺസെപ്ച്വൽ റിവിഷൻ പോലത്തെ ഒരു ക്ലാസ് ആണ്. അപ്പം നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻസ് നിങ്ങൾ അഡീഷണലി ചെയ്ത് നോക്കുക. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻസിലൂടെ ചോദിക്കുക, അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ചോദിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത പാർട്ട് നോക്കാം.